ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. എൻ്റെ റെസിപ്പിയല്ല, ഉമ്മയുടെ സ്ഥിരമായിട്ട് എല്ലാവരും കഴിച്ചിട്ട് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ ചോദിക്കുന്ന റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റും ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ ഇതിന്. സാധാരണ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിയാലും പ്രത്യേക ടേസ്റ്റ് അല്ലേ, ആ ഒരു ടേസ്റ്റിലുള്ള ചിക്കൻ റെസിപ്പിക്ക് ആദ്യമൊന്നും ഞാൻ എത്ര ചോദിച്ചുണ്ടാക്കിയാലും അങ്ങനെ കൊണ്ട് റെഡി ആയി കിട്ടില്ല. ഇന്ന് ഈ പ്രാവശ്യം ഞാൻ ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് അതുപോലെ ചെയ്ത് കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല കിടുള്ള റെസിപ്പിയാണ്, വേറെ ഒന്നും പറയാനില്ല. നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഫ്രൈ, ചിക്കൻ പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ചിക്കൻ, ഒരു 350 ഗ്രാമോളം ചിക്കൻ എടുത്ത് കഴുകി വെള്ളമില്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ഉപ്പ് ഇത്തിരി വേണം, നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നതുകൊണ്ടേ. ഇനി ഇതാ ഒരു മുറി ചെറുനാരങ്ങൻ്റെ അത് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കട്ടെ. അതേപോലെ ഒരു 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ട്. ഓരോ ടീസ്പൂൺ വീതം ഓരോന്ന് അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അങ്ങ് വെക്കാം. എന്നിട്ട് ബാക്കി മസാലകളൊക്കെ തേച്ചാൽ മതി. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഉപ്പും ചെറുനാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ആക്കിയിട്ട് ഇനി ഞാനിതൊന്ന് അടിച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പം നന്നായിട്ട് ചിക്കൻ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാ നമ്മളെ ചിക്കനൊക്കെ കണ്ടോ, നമ്മൾ ചെറുനാരങ്ങയും ഉപ്പൊക്കെ അങ്ങോട്ട് പിടിച്ച് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണാണ് എടുത്തത് മുളക് പൊടിയാണ്. ഇത് എരിവുള്ള മുളക് പൊടിൻ്റെ കൂടെ കാശ്മീരി കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ്. എരിവുള്ളത് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത്, പിന്നെ കാശ്മീരി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ കാശ്മീരിയും കൂടി ഇട്ടാൽ നല്ലൊരു കളറും കിട്ടേ. ഞാനിപ്പോൾ ഇതാ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. അതേപോലെ ഇതാ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ ഗരം മസാല, ഇത് രണ്ടും ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് റവയാട്ടോ. റവ ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലൊരു ഇതായിരിക്കും നമ്മളെ ചിക്കന്. റവ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതാ നമ്മളെ പത്തിരിപ്പൊടി ഇല്ല, അരിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടെ ഇങ്ങോട്ട് മസാല ഒക്കെ ചിക്കൻ മേലെ നന്നായിട്ട് ഇങ്ങോട്ട് പുരണ്ട് കിട്ടുക. അപ്പോൾ അതാ ചിക്കനൊക്കെ പരട്ടിയുണ്ട്. അപ്പം അങ്ങനെ കണ്ടാൽ ഒരു ഡ്രൈ ആയ പോലെ തോന്നും കേട്ടോ. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കിന് ചിക്കനിൽ പിന്നെയും വെള്ളം ഇങ്ങനെ ഇറങ്ങി തുടങ്ങുമ്പോൾ പൊരിക്കുന്നതിന് നല്ല കറക്റ്റായി കിട്ടും. ഇപ്പം ഒത്തിരി കണ്ടോ പൊടിയായിട്ട് കിടക്കുന്നുണ്ടേ. അപ്പം ഇനി അത് നമ്മൾ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കിനും ഇത് പിന്നെ ഇത്തിരി വെള്ളം ഇറങ്ങിക്കൊടുന്ന് കറക്റ്റായി വരും കേട്ടോ. ഇനി ഇതാ നമുക്ക് പൊരിക്കാം. നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ പൊരിക്കുന്ന സമയത്ത് ഈ മസാലകളൊക്കെ അവിടെ ഇവിടെ ചിക്കനൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നേരെ കണ്ടില്ലേ ഒരു പൊടി പോലെ ഉണ്ടായും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, കൈ വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ ആദ്യം മിക്സ് ചെയ്തോണം, ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം എന്താവുമെന്നറിയോ, എന്താ ചിക്കനിലൊക്കെ കണ്ടോ നമ്മളെ മസാല നന്നായിട്ട് ഇങ്ങോട്ട് കവറായി കിട്ടും. അല്ലെങ്കിൽ ഈ ഈ മസാലകളൊക്കെ വേറെ കിടക്കും, ചിക്കൻ അങ്ങ് വേറെയും കിടക്കും. അപ്പം നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ ആ ഒരു കോട്ട് ചെയ്ത് കിട്ടൂല കേട്ടോ. കണ്ടോ അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണേ പൊരിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മളെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ വലിയ ജീരകം, അതായത് പെരുംജീരകം, ഫണൽ സീഡ്, ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. ജീരകമൊക്കെ ചൂടായി ആ പൊട്ടലൊക്കെ നിന്ന് വെള്ളത്തിൻ്റെ. ഇനി നമുക്ക് ഇതാ ഓരോന്നായിട്ട് ചൂടോടെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്തിടാം കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ അധികം ഇളക്കരുത് കേട്ടോ. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടേ ഇളക്കാവേ, മറിച്ചിടാം. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ നമ്മൾ ഈ കവർ ചെയ്തതൊക്കെ അങ്ങ് പോയിപ്പോവും. അപ്പോൾ അതാ കണ്ടോ ചിക്കൻ ഇട്ടുണ്ട്, കുറച്ച് ചിക്കൻ കൂടി ഇവിടെ ബാക്കിയുണ്ട്, അടുത്ത പ്രാവശ്യം ഇടാം. ഇനിയിപ്പോൾ ഇത് ഇളക്കരുത് കേട്ടോ തീരെ. ഞാൻ പറഞ്ഞോണം, ഇത് നന്നായിട്ട് മുരിയട്ടെ. തീ വേണമെങ്കിൽ കുറച്ചൊന്നും കുറച്ച് കൊടുക്കാം, പെട്ടെന്ന് ഉള്ളു വേവാതെ കരിഞ്ഞു പോകുമല്ലോ. അല്ലെങ്കിൽ ഇടുമ്പോൾ എന്തായാലും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടിട്ട് ആ അടിഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി നമുക്കിത് മറിച്ചിടാം. കണ്ടോ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്.
കണ്ടോ, ഇതാ ഇതുപോലെ കോട്ട് ചെയ്ത് കിട്ടണം കേട്ടോ. കണ്ടോതാ, ഇതാ ഞാൻ പറഞ്ഞേ, ഇതുപോലെ ഇതുപോലെ ആയിട്ടേ മറിച്ചിടാവും. അല്ലെ നമ്മൾ ഇളക്കി കളിച്ചാലുണ്ടല്ലോ ഫുള്ള് മസാല അങ്ങ് ഇതിൻ്റെ മേലൊന്ന് മാറിപ്പോവും. ഞാൻ കംപ്ലീറ്റ് ഒന്ന് മറിച്ചിടട്ടെ. എല്ലാം മറിച്ചിട്ട് ഇനി മറ്റേ ഭാഗവും ഇതുപോലായി വരട്ടോ. കണ്ടോ, ഒരു പച്ചമുളക് ഞാൻ കീറിയുണ്ട്, അതാ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ അത് നമ്മൾ ചിക്കൻ ആവുകയും ചെയ്തിട്ട് ഞാനൊരു ഓട്ടക്കോരി കൊണ്ട് ഇതൊന്ന് കോരിയെടുക്കട്ടെ. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. കണ്ടേ, ഒന്നുകൂടി ഭാഗം ഇത്തിരി ആവാണ്ട് ഈ മുളകാകുന്ന സമയം കൊണ്ട് ചിക്കൻ വാങ്ങാവും. കോരുമ്പോൾ അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കോരണേ, അല്ലെങ്കിൽ ഒരു കൊഞ്ഞോണോണായി പോകും നമ്മൾ ചിക്കൻ. ഞാൻ കോരിയെടുക്കട്ടെ. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഞാൻ പൊരിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടട്ടെ. നമ്മൾ പണ്ടൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ. നല്ല ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും, പിന്നെ നിങ്ങൾ ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയുള്ളൂ, ഉറപ്പാണ് ഞാൻ. കാരണം ഞാൻ പല പ്രാവശ്യം ഉമ്മൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയാണ്. ഞാൻ ഞാൻ എത്ര ഇതുപോലെ ചെയ്താലും ശരിയാവില്ല. ഇപ്പം അതാ ഞാൻ ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് ഉമ്മൻ്റെ അടുത്ത് നിന്ന് കറക്റ്റ് പഠിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം തന്നെ ഉണ്ടാക്കി വെക്കൂട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.